ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. സംസ്ഥാനമെങ്ങുമുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജകളും ഉണ്ടാകും. ശോഭായാത്രകളിൽ പീലി തിരുമുടിയും ഓടക്കുഴലുമായി പുഞ്ചിരി തൂകുന്ന ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരക്കും. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. ഉണ്ണിക്കണ്ണന്റെ ഓർമ്മകളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭക്തമനസ്സുകളിൽ നിറയുന്നത്. ദ്വാപരയുഗത്തിൽ ഭദ്രപാദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 8-ാം തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് പേരെങ്കിൽ മറ്റിടങ്ങളിൽ കൃഷ്ണ ജന്മാഷ്ടമി, ജന്മാഷ്ടമി, ഗോകുലാഷ്ടമി, കൃഷ്ണാഷ്ടമി എന്നെല്ലാം അറിയപ്പെടുന്നു. ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ പിറവിയെടുത്തു എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കും. വിപുലമായ പിറന്നാൾ സദ്യയും മിക്ക ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പുല്ലാങ്കുഴൽ നാദവും മയിൽപ്പീലിയുടെ മനോഹാരിതയും ഒക്കെയായി ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു രാധമാരും ഇന്ന് നിരത്തുകളിൽ നിറയും. അഷ്ടമി രോഹിണി നാളിൽ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറി. റിസർച്ച് ഡെസ്ക് 24.